അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ആഴ്ചത്തെ മുളക് വിളവെടുപ്പാണ്. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ മുളകിൻ്റെ അവസ്ഥയൊന്ന് നോക്കിയേ. നോക്കി ആദ്യം മുതലേ ഞാനിത് നടുന്ന വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നതാ. അപ്പോൾ ഇതാണ് നമ്മുടെ മുളക് വിളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിറച്ചും ഇങ്ങനെ പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നെടുത്ത് നോക്കിയാലും ഇതേപോലെ നമുക്ക് കാണാം. ആദ്യമേ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം മുളക് നിൽക്കുന്നതൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കുന്നത് കാണിക്കാം. എന്താ നോക്ക്, മുളക് കുരുടിക്കുന്നേ എന്ന് പരാതി പറയുന്നവർക്കുള്ളതാണിത്. ഇതിനകത്ത് കുരുടിപ്പുണ്ട്. കുരുടിപ്പിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ മുളക് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഉണ്ടോ? ഇതാണ് നമ്മുടെ മുളക് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. എല്ലാത്തിനകത്തും ഇതേപോലെ തന്നെ അത് അറച്ചും പിടിച്ച് നിൽക്കുന്നുണ്ട്. വേണ്ട, ഞാൻ കുറച്ചിതാ പിച്ചിട്ടുണ്ട്. കുറച്ച് ആ ഭാഗത്തു നിന്നൊക്കെ പിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിനകത്തു നിന്ന് കുറച്ച് പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് മുളക് പിച്ചാൻ തുടങ്ങാവേ. നമ്മൾ മുളക് പിച്ചെടുക്കുന്നത് ഇതേപോലെ മുളകാട്ടാണേ. കുറച്ച് സ്യൂം ചെയ്ത് കാണിക്കുന്നു നന്നായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ സിറയുടെ പ്രത്യേകത ഇങ്ങനെയാണ്, നന്നായിട്ട് പിടിക്കും. ഇത് നന്നായിട്ട് വിളയുമ്പോൾ ഈ ഒരു കളറാകും, ഒരു നല്ല പച്ച കളറാകും. പക്ഷെ ഇത്രയും വിളയുമ്പോൾ നല്ല എരിവായിരിക്കും കേട്ടോ. ഒരുവിധം കാണാൻ വരുന്ന അടുപ്പിച്ചിരിക്കും. മുളകിന് നല്ല വലിപ്പമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല എരിവുമുണ്ട്. ഓക്കെ, ശകലം വിളവ് കുറവുണ്ട്, എങ്കിലും എരിവിന് കുറവൊന്നുമില്ല. നമുക്ക് അടുത്ത ആഴ്ച ഇതിൽ കൂടുതലായിരിക്കും മുളക്. ഇതിപ്പോൾ ഏതാണ്ടൊരു 30 മൂട് മുളകൊക്കെ ഉള്ളു ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത്. ബാക്കി ഇനി ഒരുപാട് നട്ടിട്ടുണ്ട്. അത് 2-3 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ അതിനകത്തും മുളക്. ഇനിയിപ്പോൾ ഞായറാഴ്ച ഫുള്ള് മുളക് പിച്ചിലായിരിക്കും. ഈ ഞായറാഴ്ച മാത്രമേ ഞങ്ങൾ മുളക് പിച്ചാറുള്ളൂ, കാരണം സമയം കിട്ടത്തില്ലല്ലോ. ആ ഒരു 8 ദിവസം നമുക്ക് ഇതൊക്കെ പിച്ചെടുക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ. അടുത്ത നാട്ട് ഇതിനകത്ത് വേറെ പിച്ചാനുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ വിളയാത്തത് കൊണ്ട് ഞാനങ്ങ് വിട്ടേക്കുക. ഈ മുളക് വിളവെടുത്തിട്ട് വേണം അടുത്തതിന് കുറച്ച് കുക്കുംബർ, ഒരുപാടില്ല, കുറച്ച് കുക്കുംബറായിട്ടുണ്ട്, അപ്പോൾ അതും എടുക്കണം. ഉണ്ടോ മുളകിൻ്റെ ഭംഗിയുണ്ടോ? ഇതിങ്ങനെ ഇത്രയും നാൾ നമ്മൾ നട്ട് നനച്ച് വളർത്തിയിട്ട് ഈ വിളവെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. പക്ഷെ വേറൊരു കാര്യമാണ്, ഈ മുളക് കൂടുതൽ പിച്ചാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിച്ചെടുക്കുന്നതിന് കുറേ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
സന്തോഷമൊക്കെയാണ്, പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായി ഇങ്ങനെ ഇത്രയും കൂടെ പിച്ചെടുക്കാനേ. അതായത് നോക്കി ഇതെങ്ങനെ മുകളിലേക്കാണ് എടുക്കുന്നത്, എളുപ്പം എടുത്ത് അടത്തിയെടുക്കാം ഇത്. ഇപ്പോഴേ നമ്മൾ ഈ ഇവിടെ എന്തെങ്കിലും വിളവെടുക്കുന്നതും ഭയങ്കര സന്തോഷമാണല്ലോ, അതേപോലെ തന്നെ ഈ വിളവെടുപ്പ് കാണുന്നതും പലർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം മിക്കവാറും എല്ലാവരും പറയും വിളവെടുപ്പിൻ്റെ വീഡിയോ ഇടാൻ എന്ന് പറയുന്നത്, അവർക്കത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സന്തോഷത്തോടൊപ്പം അവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ. ഒരു കൊട്ട മുളകായിട്ടുണ്ട്. പിച്ചാൻ ഒരുപാട് നടക്കുവാണ്. ഇപ്പം നല്ല വിളവായിട്ടുണ്ട്. എനിക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള മുളക് സിറയാണ്. സിറയാകുമ്പം നല്ല പിടുത്തമുണ്ട്, തൂക്കവും കിട്ടും, വലിപ്പമുണ്ട്. എനിക്കിവിടെ വലിയ കീടശല്യമായിട്ട് തോന്നുന്നില്ല. മുരടിപ്പ് വരുന്നുണ്ട്, മുരടിപ്പിന് കുറവൊന്നുമില്ല, മുരടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഈ ആഴ്ച പിച്ചി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നോക്കുമ്പോഴത്തേക്കും മുരടിച്ച് നിൽക്കും. ഇന്നിപ്പോൾ ഇത് പിച്ചിയിട്ട് നമ്മൾ ഡോളമെറ്റ് ചേർത്ത് കൊടുക്കും ഇതിനകത്ത് ഫുള്ള്. വേണ്ട, നല്ല വലിപ്പമുണ്ട് മുളകിന്. വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ മുളക് പിടുത്തം കുറച്ച് കുറവായിരിക്കും കേട്ടോ. കഴിഞ്ഞ തവണ മുളക് കൃഷി ചെയ്തില്ല. കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇട്ടുള്ളായിരുന്നു. പിന്നെ അത് പിച്ചെടുക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അതിന് മുമ്പത്തെ തവണ 20 കിലോ 30 കിലോ ഒക്കെ ഇതേപോലെ ഞായറാഴ്ച നമ്മൾ പിച്ചെടുക്കുമായിരുന്നു. അത് കുറേ സമയം വേണം നമുക്കിത് വിളവെടുക്കണമെന്നുണ്ടെങ്കിലേ. പിന്നെ ഇത്രയും സാധനം കൂടെ വിറ്റ് പോകാനും പാടാണ്, നമ്മൾ വിപണിയിലൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ നിൽക്കണം. അതുകൊണ്ട് കഴിഞ്ഞ തവണ അങ്ങനെ മടിച്ചതാണ്. പക്ഷെ മടിച്ചിട്ട് പിന്നെ പയറായിട്ടത്, പയറിട്ടപ്പോഴത്തേക്കിനേ ഭയങ്കര മഴയായിപ്പോയായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ നല്ല മഴയായി പോയിട്ട് കുറേ നശിച്ചു പോയായിരുന്നു. കുറേ അല്ല, നട്ടത് മൊത്തം ഒരൊറ്റ വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് പയർ മൊത്തം നശിച്ചു പോയി. ഇത്തവണ അതുകൊണ്ട് അത്രയ്ക്ക് നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് തന്നെ മുളക് നട്ടു. മുളകിന് പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല, നമുക്ക് 6 മാസം ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് വിളവ് കിട്ടും. കുറച്ചൊക്കെ അങ്ങനെ വാടിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. വാടിപ്പോകുന്ന പിടിച്ച് കിടന്നാൽ ഇതേപോലെ അവിടെ വാടി വയ്ക്കുന്നുണ്ടല്ലോ. പാട്ടരോഗമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. നമ്മൾ കുറേ നടുമ്പോൾ അതിനകത്തുനിന്ന് കുറേ മുളക് ചെടിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ട അപ്പോഴേ നമ്മളെടുത്ത് കളഞ്ഞിട്ട് ഒന്നില്ല ആ ചവിട്ടി വേറെ മുളക് വെക്കാതെ വേറെ എന്തെങ്കിലും തൈകളാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഉണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ അപ്പുറ സൈഡിലും കൂടെ പിച്ചിട്ട് ഇനി ഈ പിച്ചാത്ത ഇതൊക്കെ അടുത്ത ആഴ്ച വരുമ്പോൾ പഴുത്ത് നിൽക്കും. ഇപ്പം ചരിഞ്ഞ് കിടക്കുന്ന കമ്പിനകത്തൊക്കെ മുളകുണ്ട്.
അപ്പോൾ ഏറെക്കുറെ ഇത്രയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനിയും പറിച്ചെടുക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. എന്താ നമ്മുടെ മുളക് ഉണ്ടോ? ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തത് കുക്കുംബർ വിളവെടുക്കാൻ വേണ്ടിയിട്ട്.